സമവത്തും പുറക്കിലേറിയില്ല. മോളെ കറണ്ടുണ്ടോ മോളെ? ദാ ഇതൊന്നും അരച്ചെന്നേരെ. അവിടെ ഇന്നലെ പോയ കറണ്ടാ, ഇനി വരുമ്പോ വരട്ടെ. ഓണപ്പരിപാടിയൊക്കെ സൂപ്പർ ആയിരുന്നില്ല? എനിക്ക് ബിസ്ക്കറ്റ് അടിക്കും, വെള്ളം കുടിക്കും, 2 ട്രോഫി കിട്ടിയേ. കസേര കളി ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറിയതാ. മോള് കണ്ടു കാണുമല്ലോ. ഓണപ്പരിപാടി എന്തായാലും ഇത്ത തൂക്കിയെന്ന് എല്ലാരും പറയുന്നേ. കറങ്ങിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ അവളങ്ങ് കൊണ്ടുവച്ച്. ആ ആശ അവളല്ലേലും എല്ലായിടത്തും കയറിപ്പറ്റാൻ പിടിക്കുകയാണല്ലോ. ഇത്താക്ക് 2 ട്രോഫി കിട്ടിയില്ലയോ? അതവള് കൊണ്ടുപോട്ടെ. ആ കൊണ്ടുപോട്ടെ. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് മാറിക്കൊടുത്തേ മോളെ. അവൾ എത്ര എണ്ണത്തിന് മത്സരിച്ചതാ, കിട്ടിയതൊരു ട്രോഫിയും. ഇത്തായ മോക്ക് അറിയാമല്ലോ, 2 കസേരയിലൊക്കെ ഒരുമിച്ച് കയറി ഇരുന്ന് കളഞ്ഞ്. പിന്നെ ഞങ്ങളുടെ ഇക്കയുടെ കാര്യം അറിയാമല്ലോ. ഇടയ്ക്കൊക്ക പേരും എടുത്തു കഴിഞ്ഞാൽ സംഘാടകർ ട്രോഫി ഉണ്ടെന്ന് എൻ്റെ കയ്യിൽ തരും. ഷംനാദിൻ്റെ ഭാര്യയല്ലയോ? ആന്ന്. ഈ വർഷത്തെ ഉറിയടിക്ക് ഷംനാദിനാ ഫസ്റ്റ്. അതിന് മത്സരം കഴിഞ്ഞില്ലല്ലോ. മത്സരം കഴിഞ്ഞാലും കഴിഞ്ഞില്ലേലും ഷംനാദിനാ ഫസ്റ്റ്. ഇത് ഇവിടെ കിട്ടാനുള്ള ട്രോഫിയാ. കാരണം അവർക്കറിയാം. ഇപ്രാവശ്യം എന്തോ പറ്റിത്താ, ഇക്കായ കണ്ടില്ലല്ലോ. ആര്? ഇക്കായ? ആ ആ അതാ ഡാൻസ് ടീമിൻ്റെ കൂടെ വന്ന പയ്യൻ്റെ കാലൊടിഞ്ഞെന്നോ വിളിക്കുമെന്നോ പറഞ്ഞ് ഇക്കായ വിളിച്ച്. ഇക്ക വന്ന് നോക്കിയപ്പോൾ എല്ല് മാറിക്കിടക്കുക. അയ്യോ പൊത്തൊന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ കുഞ്ഞേ? ഇക്ക ചെന്ന് എല്ലും പിടിച്ചിട്ട് കാലിൽ ലോക്ക് ചെയ്തു. ലോക്കൊക്കെ ഉണ്ടോ? കൊള്ളാം. ലോക്ക് പോയാ പോയി. ലോക്ക് പിടിച്ചിട്ട് ചെറുക്കണ സ്റ്റേജിലോട്ടൊന്ന് വിട്ട്. പാമ്പിനടി കൊണ്ട പോലെ ഒരു ഓട്ടവും ഒരു പൊളച്ചിലും ഒരു നൃത്തവും. ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഡാൻസ് ആയിരുന്നു. കയ്യടിയുടെ പെരുമഴ. ഇതോടെ കൊണ്ടോ? ഇക്കായ ഇന്നലെ പരിപാടിക്ക് കണ്ടില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നതാ. പരിപാടിക്കോ? ഓ, ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകത്തില്ല മോളെ. പോയാലും ദൂരെ മാറിയെന്ന് കാണത്തേ ഉള്ളൂ. താത്ത ചെറിയ തള്ളൊന്നും അല്ല തള്ളിയത്. ഓ, നിങ്ങളെ ഓണപരിപാടിക്ക് മെയിനെന്നും പറഞ്ഞ് തള്ളി മറിക്കുമായിരുന്നു. നാളെ അയൽക്കൂട്ടമുണ്ട്. മെയിൻ കണ്ടന്റ് ഇതാക്കാം.